Hi guys, welcome back to Mallu Tour Diaries. Today we are back with a Turkey travel vlog. ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഇയർ വെക്കേഷനാണ് ടർക്കിക്ക് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഹാലോവിൻ ആഘോഷിക്കാൻ വേണ്ടി ലണ്ടൻഡറി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ ഞാൻ ജാക്കറ്റിൽ ഫോൺ ഇട്ട് പോയതാണ്. പക്ഷെ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആ തിരക്കിൻ്റെ ഇടയിൽ ആരോ ഫോൺ എൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തായാലും അടിച്ചുകൊണ്ട് പോയി. ഫോൺ കിട്ടിയ ആളെന്തായാലും കുറേ സ്കാം ചെയ്യാൻ വേണ്ടി നോക്കി. നമുക്ക് ഫേക്കായിട്ടുള്ള ലിങ്ക് അയയ്ക്കുക, എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാൻ വേണ്ടി നോക്കി. പോലീസിലൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പം ഐക്ലൗഡിൽ കയറി എനിക്ക് എൻ്റെ വീഡിയോസ് കുറേ തിരിച്ച് കിട്ടി. അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അതും കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞതിഥിയും കൂടെ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ഐ എം വൺ ഹു ബിലീവ്സ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാ നമ്മുടെ റൈറ്റ് ടൈം ഒന്നും കൂടെ തുടങ്ങാൻ, റീസ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ ബെൽഫാസ്റ്റിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. അപ്പോൾ ബെൽഫാസ്റ്റിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിൽ, പിന്നെ ലണ്ടൻ ഗാറ്റ്വിക്കിൽ നിന്ന് നമ്മൾ ഇസ്താംബുളിലോട്ടുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. നമ്മൾ കുറച്ച് പൈസ സേവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേ ഓവറുള്ള ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഗാറ്റ്വിക്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 7 to 8 hours ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഞങ്ങൾ വിസെയറിലാണ് ഇസ്താംബുളിലോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്കറിയില്ലായിരുന്നു നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തില്ലെങ്കിൽ ഫൈൻ കിട്ടുമെന്ന്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തില്ല. അതുകൊണ്ട് ഒരു 80 pound ഫൈൻ കിട്ടി. അതുകൊണ്ട് ലേ ഓവറും എല്ലാം വേസ്റ്റായി. ഇനി ഇങ്ങനെ ഒരു അബദ്ധം ആർക്കും വരുത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ കാണിച്ചത് ഇസ്താംബുൾ എയർപോർട്ടാണ്. കുറച്ച് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. അവിടെ നിന്ന് ഊബറിലാണ് നമ്മൾ ഹോട്ടലിലോട്ട് വന്നത്. ഹോട്ടലിൻ്റെ പേര് ലക്ഷറി എയർപോർട്ട് ഹോട്ടൽ എന്നാണ്. ഇത് എയർപോർട്ടിൻ്റെ അടുത്താണ്. ഏകദേശം എനിക്ക് തോന്നുന്നു നമുക്കൊരു 20 euro ആണ് 1 നൈറ്റിലേക്കായത്. ഏകദേശം 1000 ടർക്കിഷ് ലിറ. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം ഗലാട്ട ടവറിൽ ഫോട്ടോഷൂട്ടും അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രി റെസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് ഫ്രഷായി നെക്സ്റ്റ് ഡേ യാത്ര തുടങ്ങാമെന്ന് കരുതിയാണ് ഇങ്ങനെ ബുക്ക് ചെയ്തത്. നല്ലൊരു റൂമായിരുന്നു. ഒരു കുഞ്ഞു ബാൽക്കണിയൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. നമ്മൾ എത്തിയപ്പം ഏകദേശം 11 PM ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവർ തന്നൊരു സജഷൻ വെച്ച് ഞങ്ങൾ 24 hours ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പോയാണ് ഫുഡ് വാങ്ങിയത്. അവിടുന്ന് അടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഒരു 5 minutes പോകും. നമ്മൾ അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് വരുന്ന വരവാണ്. ഇതാ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ വന്നിട്ട് എല്ലാം കൂടി നമുക്ക് 2 പേർക്കും കൂടി ഒരു 15 euro വെച്ചാലൊരു 12 pound വന്നിട്ടുണ്ട് അല്ലേ? അതെ. അപ്പം നമ്മൾ ചെയ്ത സാധനം എന്താ പേരൊന്നും അറിയത്തില്ല. ഒരു ഫോട്ടോ കണ്ടു. ഇവർക്ക് കറക്റ്റായിട്ട് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞു അതങ്ങ് ഓർഡർ ചെയ്തു. എന്നാന്ന് നോക്കട്ടെ. ഇപ്പുറത്തേക്ക് വന്ന പട്ടിയുണ്ട്. ഇവിടെ പട്ടിശല്യമേ. ഇവിടെ പട്ടി കണ്ടോ? ഈ വ്യൂ ഒരു രക്ഷയില്ലാത്ത ഇതുണ്ടോ നമ്മുടെ ഹോട്ടൽ. ഏതോ ഒരു 24 hours ഒരു റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് നമ്മൾ ഒരു ഫോട്ടോ കണ്ട് സെലക്ട് ചെയ്ത് മേടിച്ചാണ്. അതിൻ്റെ പേരെന്താണെന്നൊന്നും ശരിക്കും കറക്റ്റ് വെച്ചാൽ അറിയത്തില്ല. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കിട്ടിയ സാലഡ്. ഓക്കെ, ഇപ്പം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. സൂസൻ അവിടെ നിന്ന് കഴിക്കുന്നത് ലാമ്പ്. അപ്പം ഇത് ലാമ്പ്. അത് എന്നാൽ ഇത് ചിക്കനാന്ന് പറഞ്ഞത്. എന്നാൽ ചിക്കനാന്ന് നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. നിങ്ങളത് അഭിപ്രായം പറയാം. ചിക്കൻ നല്ല ടേസ്റ്റാണ്. അടിപൊളിയാണ് ചിക്കൻ അടിപൊളിയാണ്. അങ്ങോട്ട് എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങോട്ടെ. അങ്ങനെ നമ്മൾ രാവിലെ റെഡിയായി ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ കൂടുതലും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഫോട്ടോഷൂട്ട്. അപ്പം നമുക്കിവിടെ ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. ഇവിടുന്ന് ഏകദേശം 1 to 1.5 hours ട്രാവലുണ്ട്. അപ്പോൾ നമ്മളോട് മോർണിംഗ് 10 o'clock വരാനാണ് ഫോട്ടോഗ്രാഫർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മളൊരു 8-8:30 ആയപ്പം ചെക്കൗട്ട് ചെയ്തു.
അങ്ങനെ അവിടുന്ന് നോക്കിയപ്പോൾ ഡയറക്റ്റ് ബസ്സൊന്നും കണ്ടില്ല. കാരണം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് ആണ് സ്റ്റേ ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഊബർ ബുക്ക് ചെയ്താണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഞങ്ങൾ ആകെ കണ്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലാംഗ്വേജ് ബാരിയറാണ്. അപ്പം മിക്ക ആൾക്കാരും ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ഊബറിലൊക്കെ ആണെങ്കിലും അവർ നമ്മളോട് മാക്സിമം ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ അധികം നെയിലൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എന്തോ ഈ ഫോട്ടോഷൂട്ടിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്യാബിൽ നിന്ന് ചുമ്മാ ഒന്ന്, ഇതിപ്പോൾ ഷീനിയിൽ നിന്ന് വാങ്ങിയതാണ്, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി. എനിക്കിത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ചെയ്യലില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ഗലാട്ട ടവറിൻ്റെ അടുത്തായിട്ടൊക്കെ എത്തി. Turkish lira 1450. Turkish lira toplam 1450. നമ്മളെ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗലാട്ട ടവറൊക്കെ കണ്ടു അതിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ മെല്ലെ നടക്കുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തി. അപ്പോൾ ഗലാട്ട ടവറിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സ്റ്റെയർസൊക്കെ കയറാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളോട് പറയുന്നുണ്ട് വേണമെങ്കിൽ റെസ്റ്റ് എടുത്ത് മെല്ലെ കയറിയാൽ മതി എന്ന്. കാരണം നമ്മൾ ഒരുപാട് മടുത്തു പോയായിരുന്നു, കുറേ കയറുന്ന പോലെ തോന്നി. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തി. Yeah, you can choose dress with line. For any size? Yeah, just choose the color. Just choose the ഇത് color. അപ്പുറത്തുണ്ട് വേറെ. This is without sleeve. Without sleeve also. ഇവിടെ 4 ബാക്ക്ഗ്രൗണ്ടിലാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. ഒന്ന് ബോസ്ഫറസ്, ഒന്ന് ഈ ഗലാട്ട ടവർ, ഒന്ന് ലൈറ്റ് റൂം, പിന്നെ ഒന്ന് സ്വിങ്. ഇത് 4 ബാക്ക്ഗ്രൗണ്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് സിംഗിൾ ആണെങ്കിൽ അവർ $140 പറയുന്നത്. ഇനിയും കപ്പിളായിട്ടുള്ള ഫോട്ടോഷൂട്ട് ആണെങ്കിൽ $170 പ്ലസ് സ്വിങ്ങിന് 20 എക്സ്ട്രാ വരും. ഞങ്ങളിപ്പം കപ്പിളായിട്ടുള്ളതാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അവർ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമായി. നിങ്ങളാരെങ്കിലും ഇപ്പോൾ ടർക്കിയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ ഈ ഫോട്ടോഗ്രാഫറിൻ്റെ ഇൻസ്റ്റാ പേജ് മെൻഷൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾക്ക് എവിടെ ട്രാവൽ ചെയ്താലും സ്ഥിരമുള്ള പരിപാടിയാണ് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങുന്നത്. ഇവിടെ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആകും. നമ്മൾ കുറേ ടൈം ഇവിടെയും സ്പെൻഡ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കുറേ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാന്നുള്ളത്. അപ്പോൾ ഇത് തൊട്ട് ഗലാട്ട ടവറിൻ്റെ ബാക്കിലായിട്ടാണ്. അവർക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യാൻ വന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെ ഓർഡർ ചെയ്തു. പ്ലസ് ഒരു ടർക്കിഷ് ടീയും ഓർഡർ ചെയ്തു. അങ്ങനെ ഗലാട്ട ടവറിൻ്റെ വ്യൂവിലാണ് നമ്മളിത് കഴിക്കുന്നത്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. അത് ടീക്ക് വേണ്ടി തന്ന സ്പൂൺ വെച്ചാണ് ഞാൻ കേക്ക് കഴിച്ചത്. നല്ല സ്വീറ്റായിട്ടുള്ള ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്നവർക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് നമ്മളിവിടെ ഹോളിഡേ ഇന്നിലാണ് അടുത്ത റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങളിത് ട്രെയിൻ സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ ഒരുപാട് പാടുപെട്ടു. ഞങ്ങൾ അവിടെ സിറ്റിയിലോട്ട് എത്തി, കുറേ പേരോട് ചോദിച്ചു, മാപ്പിൽ കാണിച്ചതൊക്കെ തെറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സ്കൂൾ സ്റ്റുഡൻസിനെ കണ്ട് അവരോട് ചോദിച്ച് അവർ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു കാർഡാണിത്. നമുക്ക് ട്രാമിലും എല്ലാ ട്രാൻസ്പോർട്ടിലും യൂസ് ചെയ്യാൻ പറ്റും. ഈ കാർഡ് എത്ര പേർക്ക് വേണേലും യൂസ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സെയിം കാർഡ് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും യൂസ് ചെയ്യാവുന്നതുകൊണ്ട് ഒരു കാർഡ് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഹോളിഡേയിന് എത്തി. ഇവിടുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതെടുക്കാൻ കാരണം നമ്മൾ ബോസ്ഫറസ് ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ട് നൈറ്റിൽ. അപ്പോൾ ഇവിടുന്ന് പോകാൻ എളുപ്പമായതുകൊണ്ട്, അപ്പോൾ ചില ഹോട്ടൽസിൽ മാത്രമേ അവർ പിക്കപ്പും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അവർ പിക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചൂസ് ചെയ്തത്. അപ്പം നല്ലൊരു റൂമായിരുന്നു. കുറച്ച് ബാൽക്കണി വ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തോട്ട് മൊത്തമായിട്ട് ഇങ്ങനെ കാണാമായിരുന്നു, റൂഫ് ടോപ്പിൽ നിന്ന് കാണുന്ന പോലെ. നമ്മളങ്ങനെ അധികം റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല. കിട്ടുന്ന ടൈമിൽ എക്സ്പ്ലോർ ചെയ്യാൻ കരുതി നമ്മൾ പിന്നെയും ഫ്രഷായി അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഇവിടെ നിന്നും ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. നമ്മളിപ്പോൾ ഈ കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നേരത്തെ കണ്ട റെഡ് കാർഡില്ലേ, അങ്ങനെ എനിക്ക് തോന്നുന്നു 2 ടൈപ്പ് കാർഡുണ്ട്. ഞങ്ങൾ റെഡ് കാർഡായിരുന്നു എടുത്തത്. അപ്പം നമ്മളത് ടോപ്പപ്പ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ഒരാൾ മാത്രം ഉള്ളിൽ കയറി, ഒരാൾ
പുറത്തു പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഇത് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുക, കാർഡ് ടോപ്പപ്പ് ചെയ്യുക. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം സെയിം കാർഡ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പം നമ്മളൊരു ടോപ്പപ്പ് ചെയ്തിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഇവിടുത്തെ ട്രാം എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം നാട്ടിലെയൊക്കെ ബസ് പോലെ എപ്പോഴും ഫുള്ളായിട്ടിരിക്കും. ഇവിടെ ഒരു ബിസി ആയിട്ടുള്ള സ്ഥലം കൂടിയാണ്. എന്തായാലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ സ്ഥിതിക്ക് നമുക്കറിയാം, ഊഹിക്കാം എന്തൊരു തിരക്കായിരിക്കുന്നു. അപ്പം നല്ല തിരക്കാണ് എപ്പോഴും ട്രാമിൽ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രാമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഉള്ളത് നടന്നു വരുന്ന യാത്ര. അപ്പോൾ നമ്മൾ ബ്ലൂ മോസ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലൂ മോസ്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഭയങ്കര വിശാലമായ ഏരിയ, ഫുള്ള് ഭയങ്കര വിശാലമായിട്ടുള്ള ഏരിയ. ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല അടിപൊളിയാന്ന് തോന്നുന്നു അല്ലേ? ആൾക്കാരെല്ലാം നല്ല അടിപൊളിയല്ലേ ഇവിടെ? ഡയറക്ഷൻ ഇട്ടാലേ നമുക്ക് അറിയുള്ളൂ. ഇതിപ്പോ എവിടെയാണെന്ന് അറിയില്ല. എങ്ങനെ എൻട്രി ഉണ്ടോ? ഇതിന്റെ ബാക്ക് സൈഡ് എങ്ങോട്ടാ പോന്നെ? നമ്മുടെ വഴി നൈസായിട്ട് തെറ്റി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ട്. ആൾക്കാരിങ്ങനെ എന്തൊക്കെയോ വിൽക്കുന്നു. എന്തൊക്കെയോ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരെ കുറേ ഇങ്ങനെ കാണാം. നമ്മൾ ഈ കാണുന്ന ഇവിടുന്ന് നേരെ വന്ന് റൈറ്റ് പോയാൽ മതി ഫുള്ളല്ലേ. അങ്ങനെ ഒടുവിൽ നമ്മൾ എൻട്രൻസ് കണ്ടുപിടിച്ച് അവിടെ എത്തി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അങ്ങനെ അറിഞ്ഞ് ഇവിടെ ഗേൾസ് കയറുമ്പം തട്ട ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനൊരു സ്കാർഫൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 4:30 കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അല്ലേ, 4:30 കയറാൻ പറ്റും. അപ്പം നീ എന്തെങ്കിലും പറ. ഇവിടെ കയറണമെങ്കിൽ ഗേൾസിന് തട്ടം വേണം, ആണുങ്ങൾ ഷോർട്സ് ഇടാൻ പാടില്ല, ഫുൾ ലെങ്ത്തുള്ള പാൻറ്റ് വേണം. അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട്, അതൊക്കെ പാലിക്കണം. 4:30 വരെ ഇവിടെ ഇരിക്കാൻ പോകും. 4 മണിയായി, ഒരു അരമണിക്കൂർ കൂടെ അല്ലേ. എന്തായാലും വന്ന സ്ഥിതിക്ക് ബ്ലൂ മോസ്ക് കാണാതെ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലൂ മോസ്ക് കണ്ടിട്ടേ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര അതിമനോഹരമായ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മൾ കേട്ടത്. നോക്കട്ടെ, കണ്ടിട്ട് അറിയാം. ഇനി ബാക്കിൽ കൂടെ പോകുന്ന ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ, നോട്ട് ഓൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് വിത്ത് ഹിസ്റ്ററി, സം സ്റ്റാർട്ട് വിത്ത് എ ഹെലോ എന്നാണല്ലോ. അത് നമ്മൾ എവിടെ ചെന്നാലും ഇവരായിരുന്നു. നമ്മൾ എയർപോർട്ട് തൊട്ട് ഫോട്ടോഷൂട്ട്, കാപ്പഡോഷ്യ, ഇപ്പോൾ ഇവിടെയും എല്ലായിടത്തും ഇവരുണ്ടായിരുന്നു. നമ്മുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നതാണോ അതോ ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണോ എന്നും പറഞ്ഞാണ്. ആൻഡ് ദെൻ വി ബിക്കെയിം ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട്, ഇപ്പോൾ നമ്മുടെ എൻട്രൻസ് ആണ് തൊട്ട് മുമ്പ് കണ്ടത്. വിസിറ്റേഴ്സിനുള്ള എൻട്രൻസ് ബാക്കിൽ കൂടിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഷൂസൊക്കെ ഊരി കൈ പിടിക്കണം. അതേപോലെ നമ്മൾ തട്ടം ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ സ്കാർഫ് എടുക്കാത്തവർ നമ്മുടെ എൻട്രൻസിൽ ബാക്ക് സൈഡിലായിട്ട് അവർ സ്കാർഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ക്യൂയിൽ അവർ കൊണ്ടുവരാത്തവർക്ക് വേണ്ടി സ്കാർഫ് കൊടുക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി പുറത്തുള്ള കുറച്ച് വ്യൂ ഒക്കെ കണ്ട് ഒരു ടർക്കിഷ് സ്നാക്കൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു മടങ്ങി. കാരണം ഞങ്ങൾ ഈവനിങ് ഒരു ബോസ്ഫറസ് ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വാനിലാണ് നമ്മളെ അവർ ക്രൂയിസിലോട്ട് കൊണ്ടുവന്നത്. നമ്മളിതെല്ലാം booking.com കൂടിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവർ ഹോളിഡേ ഇന്നിൽ ഇവർക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇവർ പിക്ക് ചെയ്ത് ഈ വാനിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നുമായിട്ട് ഓരോ ആൾക്കാരെ പിക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ബോസ്ഫറസ് ക്രൂയിസ് കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ സൈഡിൽ നിന്നും ഗലാട്ട ടവർ, ബ്ലൂ മോസ്ക്, ഹാഗിയ സോഫിയ എല്ലാം നമുക്ക് ക്രൂയിസിൽ കൂടെ കാണാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ക്രൂയിസ്. അങ്ങനെ നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇവരുടെ കുറച്ച് പ്രോഗ്രാംസ് പ്ലസ് ഡിന്നർ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ്. അപ്പം booking.com കൂടെ ബുക്ക് ചെയ്താണ് നമ്മൾ വന്നത്. അങ്ങനെ അവർ നമ്മളെ സീറ്റ് ചെയ്ത് ഓൾറെഡി സ്റ്റാർട്ടേഴ്സൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു ടേബിളിൽ. അപ്പോൾ ഞങ്ങളും ഒരു ഫിലിപ്പീനോ ഫാമിലി ആയിരുന്നു ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. അവർ നല്ല ആൾക്കാരായിരുന്നു. നമ്മൾ എന്താ ഇപ്പോൾ പറയുക, നമ്മളിപ്പം സിറ്റിംഗ് ബിസൈഡ് എ ഫാമിലി ഓൺ എ ബോസ്ഫറസ് ക്രൂയിസ് ആൻഡ് ദെൻ റിയലൈസിങ് ദേ വർ മെന്റ് ടു ബി പാർട്ട് ഓഫ് അവർ ജേർണി. അങ്ങനെ ഇപ്പം നമ്മൾ നല്ല ക്ലോസ് ആയി. അവരവരുടെ ഫാമിലിനെ കുറിച്ചും അവരുടെ വെക്കേഷൻ അവരെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, എവിടെയൊക്കെ പോയി, ഞങ്ങളും അതേപോലെ ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സംസാരിച്ചു. അപ്പം അവരുടെ നഴ്സിംഗ് ലൈഫിനെ കുറിച്ചും അവർ വേറെ കൺട്രീസിൽ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. നല്ല രണ്ട് കപ്പിൾസ് ആയിരുന്നു അവർ. I have also heard that Istanbul is the only city in the world that lies in both Europe and Asia, divided by the Bosphorus Strait. So Istanbul is the city where two continents become one. അപ്പോൾ ഫുഡിൻ്റെ ഒപ്പം ഓരോ പ്രോഗ്രാമും കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ബെല്ലി ഡാൻസിനായിരുന്നു കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ വന്ന് നമ്മുടെ ഫോട്ടോസ് എടുത്തു പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്കത് വാങ്ങാം. എനിക്ക് തോന്നുന്നു ഒരു ഫോട്ടോയ്ക്ക് അവർ 10 യൂറോയോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ ഇവരൊരു ആൽബം ആക്കി നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ എത്ര ഫോട്ടോസ് ഇഷ്ടപ്പെട്ടോ അത്രയും ഫോട്ടോസ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാനും കഴിയും. ഞങ്ങളൊരു 4 എണ്ണം ചൂസ് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ 4 ഫോട്ടോസ് മാത്രം ചൂസ് ചെയ്ത് അത് അവർ ഒരു ആൽബം ആക്കി ഞങ്ങൾക്ക് തന്നു. ഇവിടെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള സോങ്സൊക്കെ അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തരും കൂടുതലും അവരുടെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ കൂടുതലും എക്സൈറ്റഡ് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ തോന്നുന്നു കൂടുതലും ഇതിൽ പ്ലേ ചെയ്തത് ഇന്ത്യൻ സോങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഓരോ പ്രോഗ്രാമിൻ്റെ ഇടയിൽ കൂടെ മെയിൻ കോഴ്സും ഡെസേർട്ടും ഒക്കെ വന്നു പോയി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം നമുക്ക് ടർക്കിഷ് ഫോക്ക് ഡാൻസ് കാണാൻ പറ്റി, ബെല്ലി ഡാൻസ് കാണാൻ പറ്റി, അതേപോലെ സൂഫി, നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്തു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. അപ്പം ആരെങ്കിലുമൊക്കെ ഇസ്താംബുൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവസാനം അപ്പോൾ എല്ലാവരും ഓരോ ഡാൻസൊക്കെ കളിച്ച് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു.
അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തത് കാപ്പഡോഷ്യയുടെ കുറച്ച് വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.